ദേ വേരിൽ വരെ ചക്കയാണ് കായ്ച്ച് കിടക്കണം. ഇഷ്ടം പോലെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ. ദേ തെങ്ങൊക്കെ കണ്ട എന്താ കായ്ഫലം നോക്കി. നിങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കണ്ട, ഇഷ്ടം പോലെ തേങ്ങ കിട്ടും. ഇത് ജാതിക്കയൊക്കെ ഉണ്ടായി കിടക്കണ്ട, ജാതി നിറച്ചാണ് ഉണ്ടായി കിടക്കണം. ദേ സപ്പോട്ട ഉണ്ടാവും, കുറച്ചേ ഉള്ളൂ കാരണം സീസൺ കഴിഞ്ഞില്ലേ. ഇതേ മുള്ളാത്ത ഉണ്ടായി കിടക്കണണ്ട, ഈ ക്യാൻസറിനൊക്കെ ഉപയോഗിക്കണം. ഇതെല്ലാം ഇങ്ങനെ റംബൂട്ടാൻ അടക്കമുണ്ടല്ലോ, അവിടെയാണ് ഈ കാണുന്ന ഐശ്വര്യമുള്ള വീട്. അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത്, അതുപോലെ തന്നെ ഹൈപ്പ് അടിക്കാനും. എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ ഉപകാരപ്പെടും. കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങളൊരു വീട് വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം. ഇത് ഹൈബ്രിഡ് അമ്പഴങ്ങയാണ് കായ്ച്ചെടുക്കണം. പേര വേറെ നിൽപ്പുണ്ട്. ഇതേ ഒരു ചെറിയ പ്ലാവ് കണ്ട, ഇതിൽ വരെ 3-4 ചക്കയുണ്ട്. ഇതേ 2 ചക്ക കണ്ട, ഇനി മുകളിൽ കണ്ട വേറെ ഇതേ 3 കണ്ട. അങ്ങനെ എല്ലാം കായ്ഫലമുള്ളത്. അങ്ങനെ ഇവർ അതേ കൂട്ട് നോക്കണതാണ്. ഇത് വാഴ, ഇത് അറ്റത്ത് കിണർ, അവിടെ റംബൂട്ടാൻ നിൽപ്പുണ്ട്. പിന്നെ ഒരു ഇരുമ്പം പുളി എന്നൊക്കെ പറയില്ല, ചെമ്മീ പുളി എന്നൊക്കെ പറയണം, ഈ കറിയിലൊക്കെ ഉപയോഗിക്കണ പുളി. പിന്നെ അതേ വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ. ഇത് ടാർ റോഡ് ഫ്രണ്ടേജാണ് വീട്. ഇത് ഒരു 200 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കടമുറി ഉണ്ട്. ഇത് നിങ്ങൾക്ക് വല്ല ഓഫീസായിട്ടാ അല്ലെങ്കിൽ വല്ല പലചരക്കടയായിട്ട് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കേണ്ട നല്ലൊരു കടമുറിയാണ്. 200 സ്ക്വയർ ഫീറ്റിൻ്റെ കടമുറി ഈ പ്രോപ്പർട്ടി തന്നെ ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. വേണ്ട, അത്യാവശ്യം നല്ല വലിപ്പമുള്ളതിന്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഷോപ്പായിട്ട് തുടങ്ങാം, അതല്ലെങ്കിൽ വല്ല വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുക. ഡോക്ടർമാരൊക്കെ ആണെങ്കിൽ കൺസൾട്ടിങ് റൂമായിട്ട് ഉപയോഗിക്കുക. വേണ്ട, വാഴ കാര്യങ്ങളൊക്കെ കൃഷി ചെയ്തേക്കണത്. ഇവിടെ വേറെ തെങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ആ ഒരു തെങ്ങ് മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ആ പ്ലാവ്, അതിൻ്റെ തൊട്ടപ്പുറത്താണ് വേറെ തെങ്ങുകളൊക്കെ വേറെയും നിൽപ്പുണ്ട്. ഈ തെങ്ങാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഉണ്ട് ഇവിടെ വേറെ തെങ്ങുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, അങ്ങനെ ജാതിക്കയൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ജാതിക്കയാണ് ഉണ്ടായി കിടക്കണം. ഇത് 15.5 സെൻറ്റ് സ്ഥലമാണ്. അടുത്തുള്ള വീടുകളൊക്കെ ഉണ്ട്, നല്ല എന്താണ് നല്ല ക്വാളിറ്റി ഉള്ള വീടുകൾ, നല്ല നല്ല അയൽക്കാരൊക്കെയാണ് അടുത്തുള്ളത്. ഇത് കുഴൽ കിണറാണ്ട, കാരണം വേനൽക്കാലത്തേ വെള്ളത്തിന് ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി കുഴൽ കിണർ അടിച്ചിട്ടേക്കണെയാണ്. അപ്പോൾ അത് കാരണം വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പ്രളയത്തിന് പോലും വെള്ളം വരാത്ത ഒരു ഏരിയയാണിത്. ഇതാണ് നിങ്ങളുടെ ലിവിങ് റൂം വരുന്നത്. ലിവിങ് ഏരിയയുടെയൊക്കെ ഒരു വലിപ്പം നോക്കി, നല്ല വലിപ്പമുള്ളൊരു ലിവിങ് ഹാളാണ് ഈ വീടിനുള്ളത്. ഇതേ നിങ്ങളുടെ ഡൈനിങ് ഹാളിൻ്റെ വലിപ്പം കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ്. ഇത് ഫസ്റ്റ് ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ, ഒരു ബെഡ്റൂം പോലും ചെറുതില്ല. ഇതേ അതിൻ്റെ ബാത്റൂം പക്ക നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിന് ഇനി റിനോവേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. ഇത് 2ാമത്തെ ബെഡ്റൂം. ഈ വീടിന് മൊത്തം 4 ബെഡ്റൂമാണുള്ളത്. അതിൻ്റെ ബാത്റൂം ഇത് മാത്രമുള്ള ഒരു പഴയ മോഡൽ ബാത്റൂം. ഇത് ബാത്റൂം ഒരെണ്ണം ടൈലൊക്കെ കുത്തിപ്പൊളിച്ച് കളഞ്ഞ് പുതിയ ക്ലോസറ്റ് ഇതൊക്കെ വെച്ച് മാറണമെങ്കിൽ അധികം കാശൊന്നും ആവില്ല. ഇത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ. ഇത് അത്യാവശ്യം ഒരു ഇൻറ്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലല്ല പക്കാ ലുക്കൊരു വീടാണ്. ഇത് കിച്ചൻ്റെയൊക്കെ വലിപ്പം നോക്കി, ഉണ്ടോ, നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ. അതിനൊരു സ്റ്റോർ റൂം. ഇനി സെക്കൻഡ് കിച്ചൺ ഉണ്ടല്ലോ, നമുക്ക് തീ കത്തിക്കാനുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് സെക്കൻഡ് കിച്ചൺ ഉണ്ട്. ഇവിടെ നമുക്ക് തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണം. ഇനി ഇതിൻ്റെ പുറത്ത് അലക്കുകല്ല് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. അവിടെ ഞാൻ പറഞ്ഞ ചെമ്മീപ്പുളിയും കിണർ കാര്യങ്ങളൊക്കെ ബാക്കിലാണ്. ഞാൻ ആ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തന്നില്ലേ. നമുക്ക് മുകളിലോട്ടോ വെറുതെ വീഡിയോ ഒരുപാട് വലിച്ച് നീട്ടണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇതിൻ്റെ സ്റ്റെയർ കേസിന് ഇത്തിരി വീതി കുറവുണ്ട് കേട്ടോ, ഉള്ള കാര്യം നമ്മൾ പറയണമല്ലോ. പിന്നെ ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് അങ്കമാലിയാണ് കേട്ടോ. അങ്കമാലി കിടങ്ങൂരാണ്. വിശ്വജ്യോതി സ്കൂളിൻ്റെ അവിടെ നിന്ന് വെറുതെ 1 കിലോമീറ്റർ അടുക്കേ ഉള്ളൂ. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുള്ളൊരു വീടാണത്. ആ വീടിന് ഈ 4 ബെഡ്റൂമും 15.5 സെൻറ്റ് സ്ഥലവും വീടൊക്കെ കൂടി ചോദിക്കണ വില
1,20,00,000 രൂപയാണ്. പക്ഷെ അത് നെഗോഷ്യബിളാണ്, നമുക്ക് ന്യായമായ ഒരു വിലക്ക് കിട്ടും. അപ്പോൾ കാരണം അതേ കൂടെ അവർ അങ്ങനെ കൊടുക്കും, കാരണം അവർ ന്യായമായ വില വാങ്ങിക്കുള്ളൂ. അവർ ചോദിക്കുന്നതാണെങ്കിൽ നമുക്ക് സംസാരിച്ച് അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ലാസ്റ്റിൽ നമ്മുടെ നമ്പർ കാണിക്കും, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. കണ്ടോ ബാത്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ, ഇതൊക്കെ പുതിയതെടുത്തണേ. കണ്ടോ റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. അവിടെ ഡ്രസ്സിങ് റൂം സെറ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ ഈ ഒരു റൂമിന് മാത്രമേ ഉള്ളൂ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്ത, അതിനാണ് അപ്പുറത്ത് കോമൺ ബാത്റൂം കൊടുത്തേക്കണം. ഇതും വലിയൊരു റൂമാണ്. ഇതിനാണ് നമ്മളിപ്പോൾ ഈ ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂം ആദ്യം കാണിച്ചില്ലേ, അത് കൊടുത്തേക്കണം. ഇത് ബാൽക്കണി കണ്ടോ, ചുറ്റിനുള്ള വീടുകളൊക്കെ നോക്കിക്കോട്ടെ നിങ്ങൾ, നല്ല വീടുകളാണ് എല്ലാം കണ്ടോ. അതും ഒരു ടാർ റോഡ് ഫ്രണ്ടേജാണ്, നല്ല നല്ല വീതിയുള്ള റോഡാണ്. 2 വലിയ വണ്ടി ഒരുമിച്ച് പോകാനുള്ള വീതിയും കാര്യങ്ങളൊക്കെ റോഡിനുണ്ട്. കിണർ, റംബൂട്ടാനും മറ്റേ പുളിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഒരു വലിയൊരു മാവ്, ഒരു ചെറിയൊരു മാവ് വലുതായി വരുന്നുണ്ട് കണ്ടോ. നല്ലൊരു എന്താ പറയുക, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വീട്. കാരണം ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുടുകട്ടയും മണലൊക്കെ ഉപയോഗിച്ച് പണിതേക്കണേ. കാരണം ഈ വീടിന് ഏകദേശം 10 വർഷമൊക്കെ പഴക്കമുണ്ട്. അപ്പോൾ അന്നത്തെ അതേ കൂട്ടത്തെ പണിയാണ്. കാരണം ഈ അങ്കമാലി ഏരിയയിലൊക്കെ ആ ടൈമിനും മണലിനൊന്നും യാതൊരുവിധ ക്ഷാമവുമില്ല. കണ്ട തൊട്ടടുത്തുള്ള വീടുകളൊക്കെ കണ്ട എന്താ ലുക്ക് വീടുകൾ നോക്കി. അപ്പം മണലിനൊന്നും ക്ഷാമമില്ലാത്ത കാരണം നല്ല ആറ്റുമണലും ചുടുകട്ടയൊക്കെ ഉപയോഗിച്ച് നല്ല രീതിക്ക് പണിത വീടാണ്. ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കൊല്ലം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ കാണും. കാരണം അത്രയും ക്വാളിറ്റിയിലുള്ള വീടുകളാണ്. ഇതൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് നഷ്ടം വരില്ല. ഇപ്പോൾ വേനലായതുകൊണ്ടാണ് ഈ പുല്ലൊക്കെ പോയത് കണ്ട, അമ്പഴങ്ങ ഉണ്ടായി കിടക്കണുണ്ട് ഇപ്പോഴേ തന്നെ ചെറുതിൽ. കാരണം ഇതെല്ലാം ഹൈബ്രിഡാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സൗകര്യമുണ്ട്. നല്ല പ്രൈം ലൊക്കേഷനാണ്. വിശ്വജ്യോതി സ്കൂളിലോട്ടാണെങ്കിൽ 1 കിലോമീറ്റർ അടുക്കേ ഉള്ളൂ. അപ്പോൾ എല്ലാവിധ സൗകര്യം. പിന്നെ നമുക്കൊരു വരുമാനത്തിന് വേണ്ടി ഒരു കടയുണ്ട്. നമുക്ക് കട നടത്തണമെങ്കിൽ നടത്താം, അല്ലെങ്കിൽ ആർക്കെങ്കിലും വാടക കൊടുക്കണമെങ്കിൽ വാടക കൊടുക്കുക. അതുകൊണ്ട് എത്ര വണ്ടി വേണം പാർക്ക് ചെയ്യണ്ട, എന്താ ഭംഗി നോക്കി. ഇത്രയും നല്ലൊരു വീടാണിത്. അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ ഉടനെ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും ഇവിടെ നട്ടിട്ടുണ്ട്. ഇതുപോലുള്ള നല്ല നല്ല വീടുകൾ ഇനിയും നിങ്ങൾക്ക് കാണാനും പരിചയപ്പെടാനും വാങ്ങാനും ഒക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കണ്ടോ വാഴയൊക്കെ വളർന്നു തന്നെ കണ്ടോ. ഇതൊക്കെ ഇപ്പോഴേ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വലുതായി കൊലക്കുമ്പോൾ നിങ്ങൾക്ക് വെട്ടാം കണ്ടോ. ഈ പ്ലാവിൻ്റെ ചക്ക വരെ നിങ്ങൾ വരിക്കച്ചക്കയാണ്. ഇഷ്ടംപോലെ തെങ്ങുണ്ട്, തേങ്ങ വരെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട. നമുക്ക് കണ്ടോ ജാതിക്കുണ്ട്. ഇതൊക്കെ അത്യാവശ്യം വരുമാനം കിട്ടണം ഇതൊക്കെ സൂക്ഷിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ വീടിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇനി ലൊക്കേഷൻ ഡീറ്റെയിൽ പറഞ്ഞില്ല എന്നാരും പറയും.